ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സ ഈ ദിവസത്തിന്റെ മാസത്തിന്റെയൊക്കെ പവിത്രത മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത കൂട്ടുകാരനായ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത സുഹൃത്താണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം പരിശുദ്ധ നബിയോട് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ആ യാത്രയിലാണ് പരിശുദ്ധ റസൂൽ എന്റെ സുഹൃത്തായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ നിക്കാഹ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന വാർത്ത പോലും അറിയുന്നത്. ജാബിറിനോട് കല്യാണത്തെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല പരിശുദ്ധ റസൂൽ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്, അല്ല ജാബിറെ, ഈ തന്റെ കൂടെയുള്ള തന്റെ ഒട്ടകത്തെ വിൽക്കുന്നുണ്ടോ? ഞാൻ ഈ ചരിത്രം പറയുന്നത്, പ്രവാചകരെ നമ്മൾ എല്ലാ ഭാഗവും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ പലപ്പോഴും മാതൃകയാക്കാറില്ല. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ ഒട്ടകത്തെ വിൽക്കുന്നുണ്ടോ ജാബിർ? ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറയുന്നുണ്ട്, എന്തിനാണ് നബിയെ ഈ ഒട്ടകം താങ്കൾക്ക്? ഇതത്ര വിലയൊന്നും കിട്ടൂല, ഇതിനത്ര പൈസയൊന്നും ഇല്ലാത്ത വളരെ മോശമായൊരു ഒട്ടകമാണ്. ഇതുകൊണ്ട് നബി തങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. പരിശുദ്ധ റസൂല് വീണ്ടും ചോദിച്ചു, അല്ല ജാബിറെ, ഈ ഒട്ടകത്തെ വിൽക്കുന്നുവോ? അപ്പൊ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര രൂപ തരും? നബി തങ്ങൾ പറഞ്ഞു, 1 റുപ്യ. അപ്പൊ ചോദിച്ചു ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട്, എന്നെ കളിയാക്കാണ്? അങ്ങനെ ആ കച്ചവടം 40 രൂപക്ക് തീരുമാനമായി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകവുമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ബിലാലെ, ഇത് ഞാൻ ജാബിറിൽ നിന്ന് റളിയല്ലാഹു അൻഹു വാങ്ങിയ ഒട്ടകമാണ്, അതുകൊണ്ട് 40 രൂപ ജാബിറിന് കൊടുക്കണം, കൂടെ ഈ ഒട്ടകത്തെയും കൊടുക്കണം ട്ടോ. അതെന്തിനാണ്? വാങ്ങിയ ഒട്ടകം നമ്മുടെ, പിന്നെന്തിനാ ഒട്ടകത്തെയും കൊടുക്കണം? പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒട്ടകം ഞാൻ എനിക്ക് ആവശ്യമായിട്ട് വാങ്ങിയതൊന്നല്ല, പക്ഷെ ജാബിറിന് പണം ആവശ്യമാണ്, അതുകൊണ്ട് 40 രൂപ വെറുതെ കൊടുത്താൽ ജാബിർ വാങ്ങൂല, അതുകൊണ്ട് ഒട്ടകത്തെ ഞാൻ വാങ്ങി, ആ ഒട്ടകത്തെ ഞാൻ ഹദിയ ചെയ്യുന്നു, 40 രൂപ ജാബിറിന് കൊടുക്കൂ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ നബി. ഇവിടെ മറ്റൊന്നുണ്ട്, ഈ ചരിത്രത്തിൽ മറ്റൊന്നുകൂടെ പാഠമാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പാഠമാക്കാത്ത ഒന്ന്. അവിടെ നമുക്ക് കല്യാണം കഴിഞ്ഞു എന്ന വാർത്ത അറിഞ്ഞപ്പോഴും ഈ ചരിത്രത്തിൽ വിശദീകരിച്ച മഹാന്മാര് പറയാൻ, കല്യാണം പറയാത്ത വാർത്ത അറിഞ്ഞിട്ടും ജാബിറിനോട് കല്യാണത്തെ കുറിച്ച് ചോദിച്ചു പോലുമില്ല. എന്തേ എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചില്ല. അതായത് വൈകാരികതകൾ പരിശുദ്ധ നബിക്ക് പരിമിതി ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് അങ്ങനെ പരിഗണനന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പരിഗണനന്റെ ആളുകളാണ്. പരിശുദ്ധ റസൂലിന്റെ സ്വഭാവത്തെയാണ് മാതൃകയാക്കുന്നത് എന്ന് പറയും. ഞാനടക്കം പരിഗണന ചോദിച്ച് നടക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച്, പരിശുദ്ധ നബിക്ക് അത്ര പരിഗണന മതിയെന്ന്, എനിക്ക് അങ്ങനത്തെ വലിയ പരിഗണനയൊന്നും വേണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു എന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹ് പറയുന്നവരാണ്. നമ്മളെ പോസ്റ്റ് എവിടെയാണെന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലും, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ താങ്കളാണ് ഖുലുഖിൻ അദീം, ലോകത്ത് തന്നെ ലോകത്ത് ഖുലുഖിൻ അദീം, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ മഹിമയുള്ള മനുഷ്യൻ അങ്ങാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, ഒരു റസൂലുള്ളാഹി തങ്ങൾക്ക് മദീനത്ത് എപ്പോഴും വന്നിട്ട് സമ്മാനം കൊടുക്കുന്ന ഒരാളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കും, എപ്പോഴും കൊടുക്കും. ഒരു ദിവസം കൊണ്ടുപോയി കൊടുത്തത് മുന്തിരിയാണ്. പരിശുദ്ധ റസൂലിന്റെ സ്വഭാവത്തെ നമ്മൾ പഠിക്കാനുണ്ട്.
ആ സ്വഭാവത്തെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാൻ ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വീരവാദം പറഞ്ഞു നടന്നാ പോരാ. അത് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളിൽ, ഇടപെടലുകളിൽ അതുണ്ടാവണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊണ്ടുപോയി കൊടുത്തപ്പോ കൂടെ സഹാബാക്കളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. പരിശുദ്ധ റസൂൽ ആ മുന്തിരി കിട്ടിയ ഹദിയ ഒറ്റടിക്ക് ഇങ്ങനെ തിന്നാണ്. അപ്പൊ കൂടെയുള്ള സഹാബാക്കളൊക്കെ ചിന്തിച്ചു, എന്താ നബി എനിക്ക് തരാത്തത്, എന്താ എനിക്ക് മുന്തിരി തരാതെ കഴിച്ചെന്ന് ഓരോ സഹാബാക്കളും ചിന്തിച്ചു. ഹദിയ കൊടുത്ത മനുഷ്യൻ തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോ സഹാബാക്കൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എല്ലാ നബിയെ, യാ റസൂലല്ലാഹ്, ഇത്രയൊക്കെ മുന്തിരി ഇട്ടിട്ടും ഒരു മുന്തിരി എന്തേ ഞങ്ങൾക്ക് തരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ പറഞ്ഞു, എന്നായിക്കോട്ടെ, ഇതൊക്കെ കഴിച്ചോ, ഇതൊക്കെ തിന്നോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മുന്തിരി ഓരോന്ന് കൊടുത്തപ്പോ എല്ലാവരുടെയും മുഖമൊന്നും മങ്ങി. അപ്പൊ സഹാബാക്കളോട് ചോദിച്ചു, അല്ല എന്താ മുഖത്തൊരു ഒരു മങ്ങൽ, എന്താ മുഖമൊന്നും മങ്ങിയിരിക്കുന്നത് സഹാബാദ് ചോദിച്ചപ്പോ ആ സഹാബാക്കൾ പറഞ്ഞു, മുന്തിരി ഭയങ്കര പുളിയാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ തരാതിരുന്നത്. ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്തിരി തന്നാൽ ആ മുന്തിരി നിങ്ങൾ കഴിക്കുമ്പോ ഈ ഒരു മങ്ങൽ, ഈ ഒരു മോശമായ നിങ്ങളെ മുഖം അദ്ദേഹം കണ്ടാൽ ആ ഹദിയ തന്ന മനുഷ്യന് വിഷമാവും. അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് പുഞ്ചിരിച്ച് നല്ല രുചിയുണ്ട് ആ മനുഷ്യനോട് പറഞ്ഞ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂലിന്റെ സൽസ്വഭാവത്തിനെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നയതന്ത്രപരമായ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെന്തെല്ലാരും ഉണ്ടായിരിക്കണം, നമ്മളെ തമ്മിൽ അതിൽ പ്രശ്നമുണ്ടോ? റസൂലുള്ളാഹിന്റെ പേരൊക്കെ കേട്ടിട്ട് റബീഉൽ അവ്വലില് വെള്ളിയാഴ്ചയൊക്കെ സലാത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ മറവീത മനുഷ്യനാണ്. പോയി ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഞാൻ അങ്ങനെ കുറെ വീക്ഷിച്ചു. എന്തെങ്കിലും കൊണ്ടുപോയി അധികം ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മള് എന്തെങ്കിലും ഒന്ന് അധികം കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവണ്ടേ? ഒന്നുമില്ല. അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയതന്ത്രപരമായ ഒരു ചർച്ച നടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങനെ വരിക. ആ ചർച്ചക്കിടയിലേക്ക് ഒരാളും വരരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ആ ചർച്ചക്കിടയിലേക്ക് ഒരാൾ കയറി വരുമ്പോ പരിശുദ്ധ റസൂലിന്റെ മുഖത്ത് നെറ്റിത്തടമൊന്ന് മെല്ലെ സാദാ പതിവിൽ നിന്നൊന്ന് വിപരീതമായി പോയി, ഒന്ന് ചുരുണ്ടു, നെറ്റിയൊന്ന് ചുളിഞ്ഞു. കാരണം ആ വന്നത് പരിശുദ്ധ റസൂലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, പരിശുദ്ധ നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ നെറ്റി ചുരുണ്ടത് ആ മനുഷ്യൻ കണ്ടിട്ടുമില്ല, വന്ന ആള് കണ്ടിട്ടുമില്ല. കാരണം വന്ന ആൾ ഒരു അന്ധനായ മനുഷ്യനായിരുന്നു. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആൻ റസൂലിനെ ശിക്ഷണം നടത്തി കൊടുക്കണം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, ആ ഒരൊറ്റ വിഷയത്തിൽ ഇറങ്ങിയ ഖുർആനായത്ത് ആ സൂറത്ത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. നബിയെ, ആ മനുഷ്യനോട് മുഖം ചുളിച്ചു പോലും നിങ്ങൾ കളയരുത് ട്ടോ, ആ മനുഷ്യനാണ് ഖൈർ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ പിന്നെ എല്ലാ സമയത്തും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ കെട്ടിപ്പിടിക്കുകയും ഉമ്മ മക്തൂമിനോട് പറയും, പ്രിയപ്പെട്ട സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം, നിങ്ങൾ എന്റെ സുഹൃത്താണ് ട്ടോ, നിങ്ങൾ എന്റെ സഹോദരനാണ് ട്ടോ എന്ന് പറയുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ അറിയപ്പെട്ട ആളാണ് ഹംസത്തുൽ ഖറാർ. ഞാൻ ഈ ചരിത്രങ്ങൾ അങ്ങനെ സ്വരൂപിച്ച് ഒരു മുത്തുമാലകളെ പോലെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്, ലോകത്തൊരു മനുഷ്യൻ നന്നായിട്ടുണ്ടെങ്കിൽ അത് ചരിത്രാടിസ്ഥാനത്തിൽ മാത്രമാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് ഇത്ര ഇഷ്ടപ്പെട്ട ഒരാളില്ല. കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഇഷ്ടമാണെങ്കിലും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹംസത്തുൽ ഖറാർ എന്നാ വിളിച്ചിരുന്നത്. ഷഹീദായപ്പോ സയ്യിദുൽ ശുഹദാ, ശുഹദാക്കളുടെ നേതാവെന്നാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടു. എങ്ങനെയാ? ബാക്കിയുള്ള പോലെ ഒന്നുമല്ലല്ലോ, കൊല്ലപ്പെട്ടു. അതിൽ മൂന്നാളുകളാ ഉത്തരവാദികൾ. ഒന്ന് വഹ്ശാണ്. വഹ്ശിനെ തരപ്പെടുത്തി കൊടുക്കുന്നത് ഹിന്ദാണ്. ഹിന്ദ് എന്നവരെ തരപ്പെടുത്തി കൊടുക്കുന്നത്, വഴികൾ പറഞ്ഞു കൊടുക്കുന്നത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു.
പക്ഷെ ഈ 3 പേര് കേട്ടാലും ഇന്ന് ഹിന്ദെന്ന് കേട്ടാൽ റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറയണമെന്നേ, വഹ്ശ് എന്ന് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണമെന്നേ. അതെന്താ? അവിടുന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഹിന്ദു വന്നുകൊണ്ട് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മതത്തേക്ക് വരണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ഒരാൾ. കാരണം എന്താ? എന്റെ ഹംസയെ വധിക്കപ്പെട്ട വഹ്ശ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമിലേക്ക് വരണം. പരിശുദ്ധ റസൂൽ എന്താ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് എന്റെ മാത്രമൊന്നുമല്ല, ഇത് എല്ലാവർക്കും വരേണ്ട ദീനാണ്, വരണം. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വഹ്ശേ, ഹിന്ദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മുമ്പിലേക്ക് എപ്പോ നിങ്ങൾ വരുമ്പോഴും നിർബന്ധമായും മുഖം മറച്ചിട്ട് വരണം. കാരണം നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. അതുകൊണ്ട് എന്റെ ഈ സ്വഭാവത്തെ മാറ്റും, എന്റെ നിയന്ത്രണങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് വഹ്ശൊരിക്കലും മുഖം മറക്കാതെ എന്റെ മുമ്പിൽ വരരുതെന്ന് ലോക ചരിത്രത്തിൽ 63 വയസ്സ് വരെ ജീവിച്ച അഷ്റഫുൽ ഖൽഖ് ഒരേ ഒരു മനുഷ്യനോട് പറഞ്ഞ വാക്കാണ്. അത് വഹ്ശിനോട് മാത്രമാ പറഞ്ഞത്, മുഖം മറക്കാ. ഹിന്ദിനോട് മാത്രമാ പറഞ്ഞത്, മുഖം മറക്കാതെ എന്റെ മുമ്പിലേക്ക് വരരുത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അത്രമേൽ ദേഷ്യവും വൈര്യവും വൈമനസ്യവും വൈരാഗ്യവും വിഷമവും ഉണ്ടായിട്ടും പരിശുദ്ധ റസൂൽ കാട്ടിയത് എന്താ? ഇസ്ലാമിലേക്ക് വാ, സ്വാഗതം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഈ ഖാലിദ് ഇബ്നു വലീദിനെ, ഈ വഹ്ശിനെ, ഈ ഹിന്ദിനെയൊക്കെ നമ്മൾ ഇന്ന് റളിയല്ലാഹു അൻഹു പറയുന്നത് പരിശുദ്ധ റസൂലിന്റെ സ്വഭാവമാണ്. പരിശുദ്ധ നബിയുടെ ഹുസ്നുൽ ഖുൽഖ് ഉണ്ടായതുകൊണ്ടാണ്. ആ സ്വഭാവത്തെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു നോക്കിയാൽ ഭക്ഷണം കഴിക്കുന്നവിടെ, ഇരിക്കുന്നവിടെ, നടക്കുന്നവിടെ, ഇടപെടുന്നവിടെ, സംസാരിക്കുന്നവിടെ എല്ലാവിടെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ മാതൃകയാക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മൗലിദിന്റെ സദസ്സിൽ പറഞ്ഞിരുന്നു, പരിശുദ്ധ റസൂൽ ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ഒരാൾ പുറകിൽ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ തല കൊണ്ട് മാത്രം തിരിക്കൂല, തല മാത്രം തിരിച്ച് ആ മനുഷ്യനിക്ക് അഭിവാദ്യം ചെയ്യൂല എന്നാണ്, മറുപടി കൊടുക്കൂല എന്നാണ്. കാരണം ഞാൻ തല തിരിക്കുമ്പോ ആ മനുഷ്യനോട് ഞാൻ സംസാരിക്കുന്ന സമയമാണ്, എന്റെ പുറകുവശം ആ മനുഷ്യനിലേക്ക് വരും. അതുകൊണ്ട് റസൂൽ ഒന്നായിട്ട് തിരിഞ്ഞു നിന്നിട്ട് മാത്രമേ ആ മനുഷ്യനോട് സംസാരിക്കുകയുള്ളൂ എന്ന് കാണിച്ചു തന്ന പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹദീസുകളിൽ പോലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനകും അഖ്ലാഖ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാ പള്ളിയിലും മൗലിദാണ്, ത്വാലഅൽ ബദ്ർ പാടാണ്, അഷ്റഖ പാടാണ്, അന്തതത്ലോ പാടാണ്, വളരെ ഉഷാറാണ് നമ്മൾ അൽഹംദുലില്ലാഹ്. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ അടുത്ത് ഖേദകരം, ദുഃഖകരം, നമ്മൾ ആ ഒരു രൂപം, നമ്മൾ വലിയ പ്രശ്നം. ഞാൻ ഇന്നിങ്ങനെ ഇതിന്റെ വിഷയവുമായിട്ട് കിതാബുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കിബറാണ്, അഹങ്കാരമാണ്. നമ്മളെ കുറിച്ചുള്ള, നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്, നമുക്ക് മറ്റുള്ളവർ നരകത്തെ കടക്കുന്ന പേടി. കുറച്ചോനെ ഓന്റെ സ്വഭാവം മോശമായിട്ട് ഓൻ നരകത്തിലേക്ക് പോകുമോ എന്ന പേടി നമുക്ക്. നമ്മൾ പഠിച്ചോനെ നന്നായിട്ട് മോശമായിട്ട് നരകത്ത് പോകുമെന്നുള്ള പേടി നമുക്കില്ല. നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക നമ്മുടെ ഹുസ്നിനെ, നമ്മുടെ ഖുൽഖിനെയാണ്, നമ്മുടെ സ്വഭാവത്തെയാണ്. മറ്റൊരുത്തന്റെ മോശമായ സ്വഭാവത്തിന്റെ പിറകിൽ സഞ്ചരിക്കാനുള്ള ഒരു മനുഷ്യന്റെ വെമ്പലുണ്ടല്ലോ, അതിനോടുള്ള ഒരുതരം ആഗ്രഹത്തിലപ്പുറം അത്യാഗ്രഹം, അത് പരിശുദ്ധ നബിയെ പഠിക്കാത്തതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ പറയുമ്പോഴടക്കം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവുക നമ്മളെ സ്വഭാവത്തെ കുറിച്ചല്ല, അതൊരു മനുഷ്യന്റെ ഒരു തരം ഒരു പ്രത്യേകതരം സ്വഭാവമാണ്. എന്തെങ്കിലും കേട്ടാൽ പോലും അത് എന്നെ കുറിച്ചാണല്ലോ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനകും അഖ്ലാഖ. എന്റെ അടുക്കൽ ഏറ്റവും നാളെ പരലോകത്ത് എന്റെ അടുക്കൽ ഉണ്ടാവുക, എന്റെ ചാരത്ത് ഇങ്ങനെ വന്നിരിക്കുക, അത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാവണം. അനസ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ളാഹിനെ കുറിച്ച്, റസൂലുള്ളാഹി ഒരു സമയത്തും ഒരാളോടും വൈമനസ്യമോ വൈരാഗ്യമോ ഉണ്ടായില്ല. ചിലപ്പോൾ നമുക്ക് വലിയ ഇബാദത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല, പക്ഷെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഒരു സഹാബിന്റെ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നബി കയറുന്നുണ്ട്. ഞാൻ നിർത്തിയാണ്. അംർ ഇബ്നു അഖ്താബ് ആ സഹാബിന്റെ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കയറുമ്പോ ഒരു രസകരമായ സംഭവം ഉണ്ട്. വെള്ളത്തിൽ നിന്ന് മുടി കിട്ടി. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒരു കഷ്ണം മുടി കിട്ടിയുള്ള അവസ്ഥ എന്താ? അംർ ഇബ്നുൽ അഖ്താബിന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ ഒരു കഷ്ണം മുടി കിട്ടുമ്പോ പരിശുദ്ധ റസൂൽ ആ മുടി എടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹു ഈ റബീഉൽ അവ്വൽ അങ്ങനെയുള്ള സ്വഭാവത്തിന് കാരണമാക്കട്ടെ. ഈ മുടി ഇങ്ങനെ എടുത്തിട്ട് പറയും, ഇത് ആരുടെ മുടിയാണെന്ന് എനിക്കറിയില്ല, ആരുടെ മുടിയാണെങ്കിലും ആ മനുഷ്യന് നല്ല സൗന്ദര്യം നൽകി, ആഫിയത്ത് നൽകി, നല്ല മുടിയായിട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന ആ മനുഷ്യൻ 93 വയസ്സ് വരെ അംർ ഇബ്നുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയും ഒരു തലമുടി നരച്ചിട്ടില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.